ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. നമ്മൾ വർ ഡിസ്കസിങ് അബൌട്ട് ദി ഗ്രീൻലാൻഡ് ആൻഡ് ദി ഡൊണാൾഡ് ട്രംപ്സ് ഇൻട്രസ്റ്റ് ടു ഗെറ്റ് ഇറ്റ്. ഫസ്റ്റ് ഫോർ പർച്ചേസിങ് ദി ഗ്രീൻലാൻഡ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ സെയിൽ, ഇൻവേഡിങ് ഇറ്റ്, ആക്രമിച്ച് കീഴടക്കാനുള്ള പരിപാടി. തൽക്കാലം ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അത് രണ്ടും നാറ്റോ കൺട്രിയല്ലേ, ഡെൻമാർക്ക് നാറ്റോ കൺട്രിയാണ്, അതുകൊണ്ടായിരിക്കാം തോന്നുന്നു. ഏതായാലും ഗ്രീൻലാൻഡിൻ്റെ വിശേഷങ്ങൾ ഞാനും ഇങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ഞാൻ ഇന്നലെ പറഞ്ഞ ആ എറിക് ദി റെഡ് എന്ന അതിസാഹസികനായ വൈക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. Let us see what is the Vikings all about and the history of Greenland. ഏറ്റവും ലാർജസ്റ്റ് ഐലൻഡാണ് വേൾഡിലെ ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതോ ഒരു സംഭവം എന്നുള്ളത്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് സ്നോ, ഐസാണ്, കംപ്ലീറ്റ് ഐസാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം ഗ്രീൻലാൻഡ്, ഹൗ ഇറ്റ് ബിക്കെയിം എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇതിനെ പറ്റി ഒരു ഫസ്റ്റ് തന്നെ എല്ലായിടത്തും കാണുന്നത് അക്കോർഡിംഗ് ടു ഐസ്ലാൻഡിക് സാഗാസ് എന്നാണ് പറയുക. ഐസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളുടെ ഓരോ ലെജൻസാണിത്. ഇറ്റ് വാസ് ഡ്യൂറിങ് ദി എക്സൈൽ ഫ്രം ഐസ്ലാൻഡ് ദാറ്റ് എറിക് ഡിസ്കവേർഡ് ഗ്രീൻലാൻഡ്. എറിക് ദി റെഡ് is credited with discovering Greenland and being the first permanent European settler in the country. As if that were not enough, Arctic exploration street card, Erik also raised remarkable progeny. Progeny എന്നാൽ സന്തതി പരമ്പരകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പറയുന്നു, അയാളുടെ അതായത് പിൻഗാമികൾ, അപ്പോൾ എറിക് എന്നുള്ളത് ഒരു വൈക്കിംഗ് ആയിരുന്നു. ഒരു സമുദ്രത്തിലൂടെയൊക്കെ സമുദ്ര സഞ്ചാലകൻ, കൊലയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ്. വൈക്കിങ്സ് ബേസിക്കലി സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ഉണ്ടായിരുന്ന ഒരു വംശജരാണ് വൈക്കിങ്സ്. അവരുടെ ബ്ലഡ് ലൈൻ ഇപ്പോഴും ഉണ്ട്, അതിനെപ്പറ്റി പറയാം നമുക്ക്. സോ ഇവർ ഭയങ്കര ഫിറോഷ്യസ്, റേജ്, ദേഷ്യം, പെട്ടെന്ന് ഷോർട്ട് ടെമ്പേർഡ് ലൈക്ക് അങ്ങനത്തെ ആളുകളാണ് അവർ. അപ്പോൾ അവിടെ ഒരു തൊർവാൾഡ് ആസ്വെൽസൺ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. തൊർവാൾഡ് ആസ്വെൽസൺ അദ്ദേഹം ഒരു ക്രൈം ചെയ്തു, ഒരു മർഡർ ചെയ്തു, ചെറുതായിട്ടൊരു മർഡർ ചെയ്ത് കാണും. അപ്പോൾ അന്നൊക്കെ അവരുടെ വധശിക്ഷയൊന്നുമല്ല വിധിച്ചിരുന്നത്, നാട് കടത്തലായിരുന്നു. കാരണം ഇതുപോലുള്ള ആരും താമസിക്കാത്ത സ്ഥലങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവിടെ നാട് കടത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ശിക്ഷ തന്നെയാണത്. അപ്പോൾ ഈ തൊർവാൾഡ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് അവർ എന്താ പറയുന്നത്, നോർവീജിയൻ വംശജരാണ് അവർ. സ്കാൻഡിനേവിയയിൽ വരുന്ന കൺട്രിയാണല്ലോ. സ്കാൻഡിനേവിയൻ കൺട്രീസ് 3 ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ. അപ്പോൾ നോർവേജിയൻ വംശജരായ ഇവർ അവിടെ നിന്ന് സ്കാൻഡിനേവിയൻസായ പണ്ടത്തെ വൈക്കിങ്സിൽ പെടുന്ന ഈ ആളുകൾ, അയാളുടെ ഫാമിലിയും കുറച്ച് അനുചരന്മാരുമായിട്ട് അയാൾക്ക് നാട് കടത്താൻ വിധിച്ചതല്ലേ, ബാനിഷ്മെൻറ്റാണ്. അങ്ങനെ അവർ അവിടെ വിട്ടു പോവുകയാണ്. അപ്പോൾ അവരിങ്ങനെ കറങ്ങി വന്നിട്ട് ഐസ്ലൻഡിലെത്തും. ഐസ്ലൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, അവിടെയും ഐസ് തന്നെയാണ്. പക്ഷേ ഐസ്ലൻഡിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ വോൾക്കനോസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ലൈറ്റിങ് ഒരു പ്രത്യേക സംഭവമാണത്. വോൾക്കനോസ് എന്ന് വരുന്ന തീയും ഈ ഐസിൽ തട്ടി പ്രതിഫലിപ്പിച്ച് അതൊരു ഭയങ്കര ലൈറ്റിങ്, അതൊക്കെ കാണുവാൻ വേണ്ടി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട്. സോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പടഞ്ഞ് കിടക്കുന്ന അതെല്ലാം അതും ഒരു ദ്വീപാണ് ഐസ്ലാൻഡ്. സോ
അവിടെ അവരങ്ങനെ താമസിച്ച് വരികയാണ്. അവർക്കൊരു മോനുണ്ടായി. അവന് റെഡ് കളറുള്ള മുടികളായിരുന്നു. അവൻ്റെ മുടിയും താടിയും ഒക്കെ റെഡ് കളർ. താടി ഇപ്പോൾ ചെറുപ്പത്തിൽ വന്ന് കാണത്തില്ല. അപ്പോൾ അവനെ എറിക് എന്നാണ് അവന് പേരിട്ടത്. അപ്പോൾ അവൻ്റെ ഈ മുടിയുടെ ഈ ചുവപ്പ് നിറം കാരണം അവനെ എറിക് ദി റെഡ് എന്നാണ് പിൽക്കാലത്ത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവനെന്ന് പറഞ്ഞാൽ തന്തയേക്കാളും തല്ലിപ്പൊളിയാണ് ഇവൻ. തന്തയിൽ നിന്ന് അവൻ കുറേ ഈ ദേഷ്യപ്പെടുന്നതും ആളുകളെ അവളെ അടിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കണ്ട് അവൻ വളർന്നത്. അവൻ വളർന്നു വന്നപ്പോൾ അവൻ്റെ അടുത്ത വീട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടായി. ഒരു ലാൻഡ് ഡിസ്പ്യൂട്ടിൽ വന്നിട്ട് പ്രശ്നമുണ്ടായിട്ട് അവൻ രണ്ടെണ്ണത്തിനങ്ങ് തട്ടി നെയ്ബേഴ്സിനെ. അപ്പോൾ പിന്നെ അവനും ഇതുപോലൊരു ശിക്ഷയാണ് കിട്ടിയത്, ബാനിഷ്മെൻറ്റ്, നാട് കടത്തൽ. എവിടുന്ന്? നോർവേയിൽ നിന്ന് ഐസ്ലൻഡിൽ താമസിച്ച ഐസ്ലൻഡിൽ ഫർദർ നാട് കടത്തൽ. അപ്പോൾ ഇയാളൊരു ഔട്ട്ലോ ആയിരുന്നു. ഇയാളൊരു നല്ല ആളേ ആയിരുന്നില്ല, ഒരു ക്രിമിനൽ ആയിരുന്നു. അവിടുന്ന് നാട് കടത്തപ്പെട്ടു ഫോർ 3 years, 3 വർഷത്തേക്ക് നാട് കടത്തപ്പെട്ടു. അപ്പോൾ പിന്നെ അവൻ പോയി, അവനും ഇവർക്കൊക്കെ പിന്നെ ഈ ഗുണ്ടകൾ ടൈപ്പായിരുന്നല്ലോ. അപ്പോൾ അവർക്കും കുറേ എന്താ പറയുക അനുചരന്മാരൊക്കെ ഉണ്ടാവും, കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാവും. ഇവരെല്ലാം കൂടെ അവിടുന്ന് പതിയെ അവർ ഷിപ്പിലാണ് അവരുടെ ഈ സമുദ്രത്തിലുള്ള കംപ്ലീറ്റ് ഷിപ്പ് നിർമ്മാണത്തിലൊക്കെ അതിവിദഗ്ധരാണ്. അപ്പോൾ ഒരു ഷിപ്പും എടുത്ത് അവർ ഇറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ബോൺ ഇൻ നോർവേ, എറിക് വാസ് ബാനിഷ്ഡ് അലോങ് വിത്ത് ഹിസ് ഫാദർ തോർവാൾഡ് എവാർഡ്സൺ ഫോർ മാൻസ്ലോട്ടർ. ആഫ്റ്റർ സെറ്റിലിംഗ് ഇൻ ഐസ്ലാൻഡ്, എറിക് വാസ് ഗിവൺ ബാനിഷ്ഡ് ഫോർ കില്ലിംഗ് 2 neighbors ഇൻ എ ലാൻഡ് ഡിസ്പ്യൂട്ട്. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഡിസ്കവറി ഓഫ് ഗ്രീൻലാൻഡ്. ഡ്യൂറിങ് ഹിസ് 3 years എക്സൈൽ, 3 വർഷത്തെ അവിടുന്ന് നാട് കടത്തൽപ്പെട്ടപ്പോൾ, ഹി എക്സ്പ്ലോർഡ് ദി കോസ്റ്റ് ഓഫ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിൻ്റെ തീരത്ത് വന്ന് തീരം കണ്ടുപിടിച്ചയാൾ, വിച്ച് ഹി ഡീംഡ് സ്യൂട്ടബിൾ ഫോർ സെറ്റിൽമെൻറ്റ്. അത് കണ്ടപ്പോൾ അവന് തോന്നി ഇവിടെ കുഴപ്പമില്ലെന്നും. അപ്പോൾ ഈ ഗ്രീൻലാൻഡിൽ എന്ന് പറഞ്ഞാൽ ഐസ് മൂടി കിടക്കുന്ന സ്ഥലമാണെങ്കിലും ബാരൻ ഗ്രൗണ്ട്സ് കുറേ ഉണ്ട്. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും വലിയ ഭയങ്കര കഠിനാധ്വാനികളാണ്. അവർ മീൻ പിടിച്ചിട്ടും എന്തെങ്കിലുമൊക്കെ ചോട്ടമോട്ട കൃഷി ചെയ്തിട്ടൊക്കെ ജീവിക്കാൻ കഴിവുള്ളവരാണ്. അപ്പോൾ അവരവിടെ നല്ല സ്ഥലമാണ്, ഏതായാലും നാട് കടത്തിയതല്ലേ, ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ താമസിച്ചു. ദി നെയിം ഗ്രീൻലാൻഡ് ടു എൻറ്റൈസ് സെറ്റിലേഴ്സ് ഫ്രം ഐസ്ലാൻഡ് ടു ജോയിൻ ദി ന്യൂ കോളനി, എറിക് ഡെലിബറേറ്റ്ലി ഗേവ് ദി ഐസി റോക്കി ലാൻഡ് എ പ്ലസൻറ്റ് മിസ്ലീഡിങ് നെയിം. ഗ്രീനറി തീരെ ഇല്ലാത്തൊരു സ്ഥലത്തിന് അവരുടെ, അതായത് തിരിച്ച് 3 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയി ഐസ്ലൻഡിലുള്ള മറ്റ് ആളുകളെ കൂടി പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ഒരു സുന്ദര സ്ഥലമാണ് എന്ന് പറഞ്ഞ്, അപ്പോൾ അവരുടെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവരെ ഇൻ ഓർഡർ ടു ലൂർ ദം പേരിട്ടു ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല പച്ചപ്പുള്ള സ്ഥലമാണെന്നുള്ളൊരു ധാരണയിൽ എല്ലാവരും വന്നുകൊള്ളും. നോർവേയിലും കഷ്ടപ്പാടൊക്കെ തന്നെയല്ലേ, ഐസ്ലാൻഡിലും കഷ്ടപ്പാടല്ലേ, ഐസ്ലാൻഡിലൊന്നുമില്ല, അപ്പോൾ ഇങ്ങോട്ട് വരാമെന്നുള്ളത്. അങ്ങനെ ഇവൻ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി, അവരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇട്ട പേരാണ് ഗ്രീൻലാൻഡ്, വിച്ച് ഹാസ് ബിക്കം എ മാറ്റർ ഓഫ് ലോട്ട് മെനി ഇമ്പോർട്ടൻസ് നൗ. ഫാമിലി ആൻഡ് ലെഗസി. ഹി വാസ് ദി ഫാദർ ഓഫ് ഫേമസ് എക്സ്പ്ലോറർ ലീഫ് എറിക്സൺ. അതായത് എറിക് ദി റെഡിൻ്റെ മകൻ ലീഫ് എറിക്സൺ, അയാളൊരു ഭയങ്കര ഫേമസ് എക്സ്പ്ലോററായിട്ട് മാറി. ഓക്കെ, ഹു ലെറ്റർ റീച്ച് നോർത്ത് അമേരിക്കയൊക്കെ പോയി കണ്ട് അദ്ദേഹം, കൊളംബസൊക്കെ വരുന്നതിന് കുറേ മുമ്പ് അയാൾ അവിടെ പോയിട്ടുണ്ടെന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അപ്പോൾ അച്ഛനേക്കാളും മകൻ ഒരു സൂപ്പർ ഫേമസായി മാറി. ഹിസ് സെറ്റിൽമെൻറ്റ് ഇൻ ഗ്രീൻലാൻഡ് ലാസ്റ്റഡ് ഫോർ സെഞ്ച്വറീസ്. 100 കണക്കിന് വർഷം അവരവിടെ ജീവിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ വൈക്കിങ്സിൻ്റെ ഏജ്, വൈക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജനസമൂഹം ജീവിച്ചിരുന്നത് ഏതാണ്ട് 800 to 1050 AD അതിനെ വൈക്കിങ്സ് ഏജ് എന്നും വിളിക്കും.
എറിക്ക് വന്നിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്ന ഗ്രീൻലാൻഡ് ഇൻവെൻറ്റ് ചെയ്യുന്നൊക്കെ ഒരു 982 AD ആ കാലഘട്ടത്തിലാണ്. ഓക്കെ, അപ്പോൾ ആ പീരീഡ് ടൈം ലൈൻസ് നമുക്കറിയണമെങ്കിൽ ആ സമയം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഹോംലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ പ്രൈമറിലി ദി സ്കാൻഡിനേവിയൻ പെനിൻസുല ആൻഡ് സറൗണ്ടിങ് ഏരിയാസ് ഇൻക്ലൂഡിങ് മോഡേൺ ഡെൻമാർക്ക്, നോർവേ ആൻഡ് സ്വീഡൻ. ഇതാണ് ഇവരുടെ ഒറിജിനൽ ഹോംലാൻഡ്. ഈ 3 കൺട്രികളാണ് ഈ വൈക്കിങ്സിൻ്റെ. അതുപോലെ ബ്ലഡ് ലൈൻ, അവരുടെ ബ്ലഡ് ലൈൻ സ്റ്റിൽ എക്സിസ്റ്റ്. മില്യൺസ് ഓഫ് പീപ്പിൾ ടുഡേ ആർ ഡിസെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിൻഗാമികൾ ഓഫ് വൈക്കിങ്സ് സ്കാൻഡിനേവിയൻ, അതായത് ഈ 3 കൺട്രിയിൽ നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ. പിന്നെ UK കുറേ ആൾ പോയി താമസിച്ച്, അയർലൻഡിലുണ്ട്. നോർമാൻഡി എന്നൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വിചാരിക്കില്ലേ. നോർമാൻഡി എന്ന് പറഞ്ഞാൽ ഫ്രാൻസാണ്, വേറെ ഒന്നുമല്ല. ആൻഡ് റഷ്യയിലുണ്ട് അവർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കൺട്രികളിലൊക്കെ ഇവരുടെ ബ്ലഡ് ലൈൻ ഉണ്ട്. അതായത് വൈക്കിങ്സിൻ്റെ പിൻഗാമികളാണ്. വളരെ ശൗര്യവും ഹെൽത്തി ആയിട്ടുള്ള ടോൾ ഫിഗേഴ്സാണ് അവർ. അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു ബ്ലഡ് ലൈൻ വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, അവിടെ ഡിഫൻസിന് വേണ്ടിയിട്ടാണ് അമേരിക്ക മുൻകൈയിട്ടിട്ട് എങ്ങനെയും ഇത് പിടിച്ചെടുക്കാൻ നോക്കുന്നത്. ഓക്കെ, പക്ഷേ ശരിയായ റീസൺ അതല്ല. ഒരുപാട് മിനറൽസ് ഉണ്ട്. ഇവർ പണ്ട് വൈക്കിങ്സ് പതിയെ ബാർട്ടർ സിസ്റ്റത്തിൽ കച്ചവടം ചെയ്തിരുന്നു. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഇവർക്ക് ഗ്രീൻലാൻഡിലുള്ളൊരു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഒറിജിൻസ് ഉണ്ട്. ഇന്യൂട്ട്സ് എന്ന് പറയുന്നത് എക്സിമോസ് ഉണ്ടല്ലോ, അവരും ചില ഭാഗത്ത് അവർ വളരെ ശക്തന്മാരാണ്. അവരൊക്കെ ഇവരുടെയൊക്കെ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഫിലിം കണ്ടു ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടി. എന്തൊരു സ്ട്രഗിളാണത്. ഈ സമുദ്രത്തിലൂടെയുള്ള നടത്തവും പണ്ടത്തെ ഇവരുടെ ഉരുവല്ലേ, പണ്ടത്തെ ഇവരുടെ ഉണ്ടാക്കിയ ഷിപ്പ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഷിപ്പുകളാണ്. അപ്പോൾ അതിലുള്ള നടത്തവും ഇത് തുഴഞ്ഞ് പോകുന്നു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് എത്തുമ്പോഴേക്കും പകുതി മരിച്ചു കാണും. ഇറ്റ് ഈസ് ടോട്ടലി സ്ട്രഗിളിങ്. പിന്നെ അവരുടെ ആ ഉടുപ്പുകൾ ഇടുന്നത് ഇത്രയും തണുപ്പത്ത്, പിന്നെ അവരെ ബെയർ ഹാൻഡ്സ് ബെയർ ഫുട്ടൊക്കെ ആണെങ്കിൽ അത് നശിച്ചു പോകും ഐസിൽ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക്. സോ ദേ ആർ സ്ട്രഗിളിങ് ഓൾ ടുഗദർ ലൈഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രീൻലാൻഡിൻ്റെ ഒരു ബേസ്. പക്ഷേ അവിടെ ഒരുപാട് മിനറൽസും കാര്യങ്ങളുണ്ട്. ഈവൻ ഓയിൽ വരെ ഉണ്ടെന്നുള്ളൊരു സംശയത്തിൽ അത് ഊറ്റി കുടിക്കാനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്ക അങ്ങോട്ട് വരുന്നത്. ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാനാണെന്നൊക്കെ അവരുടെ ഒരു വെറും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയൽ മാത്രമാണ്. അവരുടെ ലക്ഷ്യം ആക്ച്വലി ഇതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സന്തോഷം. ഓക്കെ, ബൈ. വീണ്ടും മറ്റൊരു സബ്ജക്റ്റുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നമസ്കാരം.